ഹായ് സുന്ദരീസ്. ചെറുപ്പത്തിൽ എനിക്ക് എവിടേക്കെങ്കിലും ഒരുങ്ങി കെട്ടി പോവാന്ന് പറയുന്നത് ഇതിലും വിഷമമുള്ള ഒരു കാര്യം വേറെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരുങ്ങി പോവാന്ന് പറയുമ്പോൾ ഞാനും അമ്മയും കൂടെ സ്ഥിരം മടിയായിരിക്കും കേട്ടോ. അമ്മ പറയും മുല്ലപ്പൂ വെക്കണം, കമ്മലിടണം, വലിയ മാലയിടണം, അയ്യോ അതൊന്നും എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഒരു അടിപിടിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അമ്മ പറയുന്നത് ഇടും, ഞാൻ അത് വേറെ കാര്യം, അങ്ങനെ അല്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ചിട്ടാവും ഒരു കല്യാണത്തിന് ഇറങ്ങാണ്ടാവുക. ഒരു തല്ലൂടാനൊന്നും ഞങ്ങൾ കല്യാണത്തിന് എന്തെങ്കിലും ഫംഗ്ഷന് പോയത് തന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഞാനുണ്ടല്ലോ, ഇപ്പം ആരെങ്കിലും എന്നെ കല്യാണത്തിനോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഒരുങ്ങി സാരിയൊക്കെ ഉടുത്ത് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പൊക്കെ ചെയ്ത് ഒരുങ്ങി പോകുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. അപ്പം അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യും, ഇപ്പം നിനക്ക് ഒരുങ്ങാല്ലേ, ഒന്ന് ഞാൻ ചെറുപ്പത്തിലൊന്ന് ഒരുങ്ങാൻ പറഞ്ഞതിന് എന്തായിരുന്നു ബഹളം എന്നുള്ളത്. അതെങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇഷ്ടപ്പെട്ടു വന്ന് യൂട്യൂബിലൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ പിന്നെ ഇഷ്ടമായതാണെന്ന് തോന്നണു. പക്ഷേ എന്നാലും ഒരു രസമാണ് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ പോകാൻ. മേ ബി എനിക്ക് പിന്നെ ഒരു കാര്യം തോന്നുന്നത്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുങ്ങാമല്ലോ, ഇഷ്ടത്തിനുള്ള ഡ്രസ്സ് മേടിക്കാം, കാര്യങ്ങളൊക്കെ ഇഷ്ടാനുസൃതം ചെയ്യാം, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് തോന്നണം. എന്തായാലും ഈ സാരി എൻ്റെ അമ്മായിമ്മ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. പാലക്കാട് നിന്ന് ഏതൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. നല്ല കളറാണല്ലോ, പിന്നെ ബനാറസി സിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒഴുകി കിടക്കും. സെമി ബനാറസി ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ ബാക്കിൽ ഹൈനെക്ക് ആയിട്ടുള്ളതും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് യു പോലെ വന്നിട്ടുള്ളതൊക്കെ രസമായിട്ട് തോന്നി. കുറേ കാലത്തിന് ശേഷം എല്ലാവരെയും കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ചില്ലടിച്ചിരുന്ന് ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു.